ഡോക്ടർ കൂടിയായ ഹബീബ് നല്ല ഡോക്ടറെ പോലെ എല്ലാം പഠിച്ച ആളാണ്. അപ്പോൾ സൈക്കോളജിയാണ്. അപ്പോൾ നമ്മളെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ പറ്റി, നമുക്ക് എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള എഫക്റ്റ് കിട്ടുന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് ചെറിയൊരു ക്ലാസ് തരും. നമ്മളെ മെക്സോവിന്റെ കളിക്കുന്ന ആളും കൂടിയാണ് ചേലാമ്പ്ര ചാലിപ്പാടത്ത്. ഓക്കെ, അവരെ ക്ഷണിക്കുകയാണ്. താങ്ക് യു. നമസ്കാരം, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവരും ഹാപ്പിയാണോ? ആകെ നമ്മള് പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്ന ആ ഒരു സംഗതിയാണ് സന്തോഷം എന്ന് പറഞ്ഞല്ലേ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പല സ്ഥലത്തും പല രീതിയിൽ നമ്മൾ കേട്ട സംഗതിയാണ്. അപ്പൊ അത് ഒന്നുകൂടി എങ്ങനെ വർദ്ധിപ്പിക്കാം? മെക്സവൻ ചെയ്യുമ്പോൾ, വ്യായാമം ചെയ്യുമ്പോൾ അത് ഓൾറെഡി നമുക്ക് കിട്ടുന്നുണ്ട്. അത് എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് കുറച്ചും കൂടി ഒന്ന് വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ജസ്റ്റ് 10 മിനിറ്റ് മാക്സിമം ആ സമയത്തിനുള്ളിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സംഗതി. അതായത് വ്യായാമം എന്ന് പറഞ്ഞ സംഗതി അത് ചെയ്താൽ, ഇതിപ്പോൾ മെക്സവനെല്ലാം ഏത് നടത്തായാൽ പോലും നല്ല രീതിയിൽ നമ്മൾ ഒരു 10-20 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ വേറെ ഏത് പല ജാതി വ്യായാമങ്ങളുണ്ട് അല്ലേ, കളരി, കരാട്ടെ പറയാം, മാർഷൽ ആർട്സിലും അതുപോലെ എല്ലാ സംഗതിയിലും വ്യായാമങ്ങൾ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് യോഗകളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്താലും നമ്മുടെ ശരീരത്തിൽ ബയോളജിക്കലായിട്ട് എന്താണ് മാറ്റം സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു ഫ്രഷ്നെസ് ഇല്ല, ഒരു ഫീലിംഗ്, ഒരു ഹാപ്പി ഫീലിംഗ്, ഒരു എനർജറ്റിക് ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ് ഉള്ളതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വർദ്ധിപ്പിക്കാൻ, ആ ബയോളജിക്കലായിട്ടുള്ള മാറ്റങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് കൂടുതൽ ഓരോ ദിവസവും കൂടുതൽ വർദ്ധിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും. കാരണം സന്തോഷം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും മനസ്സിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ നമ്മൾക്കത് ഞാൻ 100% ഹാപ്പിയാണെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ 100% ഹാപ്പി എന്നാണ്. പക്ഷെ അത് എങ്ങനെ കമ്പാരിറ്റീവ് മറ്റാളും 100% ഹാപ്പിയാണെന്ന് അറിയില്ല. പക്ഷെ ഇത് തൂക്കി വെക്കാൻ പറ്റില്ലല്ലോ, അത് ഓരോരുത്തരും ഫീൽ ചെയ്യണ സംഗതിയല്ലേ. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെയൊക്കെ പറയും, ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ല സന്തോഷം ഒരുപാട് നിമിഷങ്ങളുണ്ടാവും. പിന്നെ അതിനെക്കാട്ടിലും സന്തോഷം കിട്ടിയ ദിവസങ്ങളുണ്ടാവും. നമ്മൾ ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് നമ്മൾ കരുതും, അത്രയും ഹാപ്പി ആയിട്ട്. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ അതിനെക്കാട്ടിലും വലിയ സന്തോഷം കിട്ടുക. ഇപ്പോൾ എക്സാമ്പിൾസ് ഞാൻ കടക്കുന്നില്ല, സമയം പോകും. അപ്പോൾ നമ്മളെ ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ, ഇത്ര ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിലും. ഇപ്പോൾ മെക്സവനിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ നമുക്ക് എനർജി കിട്ടും. ആ എനർജി അതിനെക്കാട്ടിലും എത്രയും മാക്സിമം, അതിനൊരു ലിമിറ്റില്ല, അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ബയോളജിക്കൽ ഫാക്ടറും സൈക്കോളജിക്കൽ ഫാക്ടറും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ഒരു 2 സംഗതി ഒരു എക്സാമ്പിൾസ് പറഞ്ഞിട്ട് ഞാനത് എങ്ങനെയാണെന്ന് പറയാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വ്യായാമം ചെയ്യുമ്പോൾ നമ്മളെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ബ്രെയിനിൽ നമ്മൾ ഹാപ്പിനെസ്സിലൊക്കെ പോകുമ്പോൾ നമ്മളെ ബ്രെയിന് കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഹോർമോൺസ് എന്നോ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ എന്നൊക്കെ പറയും അതിൽ. അപ്പോൾ ഇതിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. ഇപ്പോൾ ഡോപ്പാമിൻ പോലെ, എൻഡ്രോഫിൻ പോലെ, അങ്ങനെ ഒരുപാട് കെമിക്കൽസ് 50-ഓളം കെമിക്കൽസ് ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ തൈറോയിഡ് ഒക്കെ നമുക്ക് എപ്പോഴും കേൾക്കുന്ന സംഗതി, ഒക്കെ ബ്രെയിനിൽ നിന്നാണ് ഈ തൈറോയിഡ് ഗ്രന്ഥികൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ അത് കൃത്യമല്ലെങ്കിൽ കൂടിയാൽ കുറഞ്ഞാലൊക്കെയാണ് അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് ഹാപ്പിനെസ് വരുമ്പോൾ നമ്മൾ എനർജറ്റിക് ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന കെമിക്കൽ പറഞ്ഞാൽ എൻഡ്രോഫിൻ, ഒരു എൻഡ്രോഫിൻ മാത്രം എടുക്കാൻ മതി. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കെമിക്കൽ നമ്മുടെ ബ്ലഡിലേക്ക് സർക്കുലേറ്റ് ചെയ്യും. ബ്ലഡിലൂടെ എല്ലാ സെല്ലിലേക്കും അതെത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു എനർജി ഫീലിംഗ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഡോപ്പാമിൻ പ്രൊഡ്യൂസ് ചെയ്യും. അത് നമുക്ക് നല്ല ഹാപ്പിനെസ് കിട്ടും. ഈ എൻഡ്രോഫിൻ എന്ന് പറഞ്ഞത് നാച്ചുറൽ പെയിൻ കില്ലർ എന്നതിന് പറയാം. ഇപ്പോൾ മയക്കുമരുന്ന് ഉണ്ടാക്കുമ്പോൾ, മയക്കുമരുന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സിന്തറ്റിക് ഇവിടുത്തെ അല്ല, യഥാർത്ഥ മരുന്ന് എന്നാണല്ലേ ഒരു പേര്. മയക്കുമരുന്നിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളാരെ ചിന്തിച്ചിട്ടാവും ചിലപ്പോൾ ആരതിന് മയക്കുമരുന്ന് എന്ന് പേരിട്ടത്. യഥാർത്ഥത്തിൽ മരുന്നാണ്. ആ മരുന്നിൻ്റെ തെറ്റായ ഉപയോഗത്തിനാണ് നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എതിർക്കുന്നത്. അപ്പോൾ ഇത് മെഡിസിനിൽ പെയിൻ കില്ലറായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് മരുന്നുകളുണ്ട്. അതിലൊന്ന് ഇതിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നാച്ചുറലായിട്ട് നമ്മളെടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഗതി കൂടിയാണ്. അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബ്ലഡിലൂടെ എല്ലാ സെൽസിലും ഇത് എത്തും. അത്യാവശ്യം പെയിന് കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടുന്ന് നമ്മുടെ ശരീരത്തിൽ പെയിൻ പോവുകയും ചെയ്യും. എന്നാൽ പലപ്പോഴും നമുക്ക് എന്താ വെച്ചാൽ വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വേദന കൂടുന്നത് കാണാം. ഇപ്പോൾ ഫസ്റ്റ് ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും അസുഖമുള്ള ടെൻഷനുള്ള ദിവസങ്ങളിലൊക്കെ ഇതിങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഒബ്സർവ് ചെയ്താൽ നമുക്കെന്താ മനസ്സിലാവും, ഇല്ലെങ്കിൽ കൂടിയൽക്ക് എന്താണ് കാരണം എന്നുള്ളത് ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ
ഇതേപോലെ തന്നെ നെഗറ്റീവ് പിന്നെ കെമിക്കൽസും ഉണ്ട് നമ്മളെ ബോഡിക്ക് ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ ആവശ്യമാണ് പക്ഷെ അധികമായി കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിന് പ്രശ്നമാകുന്ന കുറേ കെമിക്കൽസ് ഉണ്ട്. സാധാരണ നമ്മൾ പണ്ടേ പറയലുണ്ടല്ലോ, അമിതമായാൽ അമൃതവും വിഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ അഡ്രിനാലിൻ എന്ന് പറഞ്ഞാൽ ആ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്താൽ അത് ലിമിറ്റിൽ എക്സീഡ് ആയി കഴിഞ്ഞാൽ നമ്മളെ ബോഡി ഭയങ്കര പെയിനായിരിക്കും. അത് എപ്പോഴൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വന്നാൽ പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ആരോടും വെറുപ്പ് ഇറിറ്റേഷനൊക്കെ വന്നാൽ നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ ഒരു പുറത്തങ്ങനെ വരുന്നു. അത് ഈ കെമിക്കൽ ഒരു സെക്കൻഡിനുള്ളിൽ അത് നമ്മളെ ബ്ലഡിലൂടെ എത്തി നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗത്തും എത്തും. അത് അതുകൊണ്ടാണ് നമുക്ക് ഒരാളെ കാണുമ്പോൾ, വെറുപ്പുള്ള ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഗതി കാണുമ്പോൾ അപ്പോഴത്തെ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് സംഭവിച്ച ഈ സാധനം വന്നിട്ട് പിന്നെ ഇത് റിട്ടേൺ പോകാൻ കുറച്ച് സമയം പിടിക്കും. സാധാരണ ഹാപ്പി കെമിക്കൽസ് ഒക്കെ പെട്ടെന്ന് പോകും, പക്ഷേ ഈ കെമിക്കൽ റിട്ടേൺ പോകാൻ കുറച്ച് സമയം പിടിക്കും. അത് സെല്ലിൻ്റെ ഉള്ളിലൊക്കെ അടിഞ്ഞു കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഇങ്ങനെ ഒരു പെയിൻ ഫീലിംഗ് ആയിരിക്കും. ഏത് ജോയിൻറ്റിൽ എടുത്തിട്ടുണ്ടെങ്കിലും വേദന എടുത്താലും ബോഡീൻ്റെ എല്ലാ ഭാഗത്തും. അപ്പോൾ അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹാപ്പി കെമിക്കൽ അതിനെ ഓവർകം ചെയ്യാൻ പര്യാപ്തമല്ലെങ്കിൽ, അതിൻ്റെത് അളവോ അതിനെക്കാട്ടിലും കൂടുതൽ അളവുകളോ പ്രൊഡ്യൂസ് ചെയ്യില്ലെങ്കിൽ ഈ പെയിന് മാറൂല, അതങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ എത്ര ചെയ്തിട്ട് അതുകൊണ്ട് ശരിയായില്ല, ഇതുകൊണ്ട് ശരിയായില്ല എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഹാപ്പി ഉണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഗ്രൗണ്ട് വിട്ട് വീട്ടിലെത്തുമ്പോഴത്തേന് ആ മൂടൊക്കെ പോയി നന്നായിട്ടൊരു ഉഷാറില്ലാതെ ആ ഒരു അവസ്ഥയ്ക്ക് എത്തുക പറയും. അതിൻ്റെ പ്രധാന കാരണം ഇതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എൻഡോർഫിൻ അടക്കമുള്ള ഹാപ്പി കെമിക്കൽസ്, എനർജറ്റിക് കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൃത്രിമമായിട്ട് ചെറിയ ഒരു വഴി ചെയ്യുക എന്നുള്ളതാണ്. അത് കൃത്രിമമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മളൊന്നും ചെയ്യാന്നുണ്ടെങ്കിലും നമ്മൾ അതുണ്ടല്ലോ, നല്ല മാങ്ങ ഇങ്ങനെ പച്ചമാങ്ങ ഇങ്ങനെ തേച്ച് അതിന്മേൽ ഇങ്ങനെ മുളകിട്ടിട്ട് നല്ല പുളിയൊക്കെ തേച്ചിട്ട് ഇതൊക്കെ പിഴിഞ്ഞിട്ട് ഇങ്ങനെ തിന്നണല്ലേ, നമ്മൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ബീച്ചിൽ പോകുമ്പോൾ ഇപ്പോഴും കഴിക്കണതാണ്, കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരും. പക്ഷെ അത് ആലോചിക്കുമ്പോൾ നിന്ന് വെള്ളം പൊടിയുണ്ട് രാവിലെ അല്ലേ, അത് പൊടിയണം. അത് പൊടിയുന്നത് എന്താണ്, നമ്മൾ ബ്രെയിൻ എന്ത് ചെയ്ത് നമ്മൾ ഇമാജിനേഷനിലാണ്, പക്ഷെ ബ്രെയിന് യഥാർത്ഥത്തിൽ സംഭവിച്ചതായിട്ട് കണക്കാക്കി. അപ്പോൾ ഇത് തിന്നാൻ പോകില്ല. തിന്നാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം, രാവിലെ അതിനനുസരിച്ചിട്ടുള്ള സ്രവങ്ങൾ വരണം. അതിനും വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്, വെറുതെ ഉണ്ടാക്കണമല്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ബാക്കിയുള്ള കെമിക്കൽസ്. നമ്മൾ നല്ല ഹാപ്പി മൂഡിൽ നല്ല ഒരു സന്തോഷത്തിൽ കൃത്രിമമായിട്ട് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അത് വ്യായാമം ചെയ്യാൻ വരുമ്പോൾ നമ്മൾ കൃത്രിമമായിട്ട് തന്നെ ഒരു ഹാപ്പി, ഒരു നല്ലൊരു പ്ലസൻറ്റ് മൂഡ് നമ്മളെ ബ്രെയിനിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ആ വ്യായാമം കഴിയണ വരെ നിർത്തി കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അതാണ് അതിൻ്റെ എന്താ പറയുക സൈക്കോളജി. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ന് മുതൽ നമ്മൾ നാളെ മുതൽ രാവിലെ തന്നെ വരുമ്പോൾ എണീക്കുമ്പോൾ തന്നെ ഇന്നും എക്സാവരുണ്ട്, ഇന്ന് ഉഷാറാക്കണം എന്ന് പറഞ്ഞിട്ട് മനസ്സിക്ക് ഒരു ഹാപ്പി ചിന്ത ഉണ്ട്. അത് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ജമ്പിങ് ജാക്സ് ആണല്ലേ, നമ്മളെല്ലാം ജമ്പ് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു റിതമാറ്റിക് ആയിട്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. കുട്ടികളൊക്കെ ഇങ്ങനെയാണ് തുള്ളിച്ചാടി നടക്കില്ല, നമ്മളെ സന്തോഷം ഉണ്ടാകുമ്പോൾ കുട്ടികളൊക്കെ അതേപോലെ തുള്ളിച്ചാടി നല്ല ഹാപ്പി ആയിട്ട് മനസ്സ് ഇത് ഫണ്ണായിട്ട് ചിരിച്ച് ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മളെ മനസ്സിൽ നല്ലൊരു ഹാപ്പിനെസ് കൊണ്ടുവന്നിട്ട് നല്ല സന്തോഷത്തിൽ ഇങ്ങനെ ചാടുക, അതിങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഈ കെമിക്കലിൻ്റെ പ്രൊഡക്ഷൻ 10 ഇരട്ടിയല്ല ഒരുപാട് വർദ്ധിക്കും. അപ്പോൾ നമ്മളെന്ന് സ്വാഭാവികം ചെയ്യുക വെച്ചാൽ നമ്മളിങ്ങനെ വരും, ചെയ്യാൻ തുടങ്ങും, ഒരു ചാട്ടം, രണ്ടാമത്തെ ചാട്ടം മുട്ടിന് വേന, അല്ലോ ഊരക്ക് വേന, പുറം വേന, ഇത് നടക്കില്ല കേട്ടോ. അല്ലെങ്കിൽ ആരും അപ്പുറത്തേക്ക് നോക്കും, എന്താ സാർ ഇത് ശരിയാണില്ലല്ലോ, ഒക്കെ നെഗറ്റീവാണ്. അല്ലെങ്കിൽ വേറെ എന്താ നമ്മളെ ചിന്ത, മുന്നേ അത് അങ്ങനെയല്ല ചാടേണ്ടത്, ഇങ്ങനെയാണ്. നമ്മളെ ചാട്ടൊക്കെ മറന്ന് മറ്റുള്ള ചാട്ടം ക്ലിയർ ഇല്ല എന്നുള്ളത് നമ്മൾ സ്വാഭാവികമാണ്, മനസ്സിൽ എല്ലാവർക്കും പറ്റുന്നതാണ്. കാരണം എത്ര പറഞ്ഞിട്ട് എന്താ മൂപ്പർ ഇങ്ങനെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിലൊന്നും നോക്കണ്ട. ഈവൻ നമ്മളത് പോലും ശരിയായില്ല എല്ലാം നോക്കുമ്പോൾ ലീഡേഴ്സ് നിൽക്കുന്നുണ്ട്, ഒരതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ വല്ലാതെ തെറ്റിനെങ്കിലും സ്വകാര്യമായിട്ട് അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞാൽ ഓല് പറഞ്ഞു തരും. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക, അത് രസമായിട്ട് ഇങ്ങനെ ചെയ്യുക. ഇനി ചെയ്യാൻ പറ്റുന്ന അത്ര ചെയ്താൽ മതി. അത് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഓൾറെഡി പറഞ്ഞ സംഗതിയായിരിക്കും. അപ്പോൾ അതിങ്ങനെ നല്ല ഹാപ്പിയിൽ ഇപ്പോൾ ജോയിൻ്റെ എക്സ്പ്രസ് ആണ്, നമ്മൾ സന്തോഷം വന്നാൽ എക്സ്പ്രസ് ചെയ്യുന്ന സംഗതി. എന്ന് പറഞ്ഞിട്ടല്ലേ, ഗാലറിയിൽ ഫുട്ബോളൊക്കെ കളിച്ചാൽ നമ്മൾ അറിയാതെ ചാടുന്ന സംഗതിയാണ്. അതേ സംഗതി എന്നാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണേ, അത് ചെയ്യുക. അപ്പോൾ അത് ഓരോന്നും ചെയ്യുമ്പോഴും ഇതേപോലെ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് നല്ലൊരു ഹാപ്പി ഫീലിംഗ് ഉണ്ട്. എന്താ രസം, അതിന് നമ്മൾ കൂടുതൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാം. കൈ ഇന്നലത്തേനായിട്ട് ഉഷാറായിട്ട് ഉയർന്നല്ലോ, നല്ല ഇതല്ല, നല്ല ഉഷാറാവുണ്ടല്ലോ, കൂടുതൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ
ആ രീതിയിൽ മാത്രം ചിന്ത കൊണ്ടുവരിക. അതുപോലെ ഈവൻ മെഡിറ്റേഷൻ കുറേ സംഗതി ഓരോന്നിനും പറയാണ്ട്, പക്ഷെ മൊത്തത്തിൽ പറയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല സന്തോഷം കൊണ്ടുവരിക, ടെൻഷനുകളൊക്കെ ആണ് മാറ്റി വെക്കുക. രാവിലത്തെ വന്ന് വ്യായാമം ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഇന്നത്തെ ബിസിനസ് പഠിച്ചാൽ അവിടെ എത്ര കൊടുക്കാണ്ട് മറ്റേ ചെയ്യാണ്ട് ഇങ്ങനെ ഓരോ ചിന്തകൾ വരും. അതൊക്കെ എടുത്ത് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ടെൻഷൻ കയറുമല്ലോ. ഇപ്പോൾ ബിസിനസ്സിനെ കുറിച്ചൊക്കെ ചിന്തിച്ചാൽ എന്താ ചെയ്യുക, സ്ട്രെസ്സ് കയറും. സ്ട്രെസ്സ് ആവശ്യമാണ്, ആവശ്യത്തിൽ അധികം ആകുമ്പോഴാണ് പ്രശ്നം. പക്ഷെ ഇത് ഈ സ്ട്രെസ്സ് വെച്ചുകൊണ്ട് നമ്മളിത് ചെയ്താൽ ഫലത്തിൽ എന്താണ് 0 ആയിട്ടാണ് വരിക. കൂടുതൽ ഹാപ്പിനെസ് കൂടില്ല, നമ്മളെ എനർജി കൂടില്ല. അപ്പോൾ കൂട്ടണമെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് കുറച്ച് വെക്കണം, പുറത്ത് വെക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കുമല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മളെ ബ്രെയിനിനെ, നമ്മളെ ചിന്തനെ പർപ്പസ്ഫുള്ളി നമ്മൾ കൺട്രോൾ ചെയ്യണം. പർപ്പസ്ഫുള്ളി അതായത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ മനസ്സെന്ന് വെച്ചിട്ട് ഹാപ്പിനെസ്സിലേക്ക് മൂവ് ചെയ്യുക, സന്തോഷമുള്ള കാര്യങ്ങൾ ആലോചിക്കുക. ഏതൊക്കെ രീതിയിലാണ് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിരിക്കും ഹാപ്പിനെസ് വരിക. അപ്പോൾ നല്ല കാര്യം ആലോചിച്ചിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല ഉഷാറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഓരോ രീതിയിൽ നിങ്ങൾക്ക് പറ്റിയ രീതിയിൽ അതിന് നല്ല ഹാപ്പിനെസ് മൂഡിലേക്ക് മാക്സിമം കൊണ്ടുവന്ന് മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ട് ഈ ഇത് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അടുത്ത ഞായറാഴ്ച ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട്. പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് ഇത് വെറുതെ എന്താ നമ്മൾ അറിയാതെ തന്നെ കൈ പൊക്കി ഒരു വ്യായാമം സിമ്പിളായിട്ട് ചെയ്താൽ പോലും നമ്മൾ അറിയാതെ ഹാപ്പിനെസ് നമ്മളുള്ളിലേക്ക് ആങ്കറിങ് ടെക്നിക്ക് എന്നാണ് അതിന് പറയുക. അത് പല രീതിയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൊന്ന് നമ്മൾ ഏതായാലും ചെയ്യുന്ന വ്യായാമമാണ്. അതിലേക്ക് നമ്മൾ ഇതുപോലെ കൊണ്ടുവരിക. എല്ലാവർക്കും നല്ല സന്തോഷം പറ്റുക, കൂടുതൽ ഹാപ്പിനെസ് പറ്റുക, കൂടുതൽ ആരോഗ്യം പറ്റുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്.